യുദ്ധം ഒരവസാനമല്ല, അനന്തമായ വേദനയുടെ തുടക്കമാണ്. യുദ്ധം മനുഷ്യരുടെ പരാജയമാണ്. അത് ആയുധങ്ങളുടെ വിജയമായി ഒരിക്കലും കാണാനാവില്ല. കരുണയും കരുതലും നഷ്ടപ്പെടുന്ന നിമിഷമാണത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ബോംബെറിയുമ്പോൾ നശിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭൂമി മാത്രമല്ല, അനവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും ഭാവികളും ജീവിതങ്ങളുമാണ്. ഓരോ യുദ്ധത്തിൻ്റെയും പിന്നിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടാകും. പക്ഷേ യുദ്ധഭൂമിയിൽ മരിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു, അമ്മമാർ മക്കളെ നഷ്ടപ്പെടുന്നു, യുവാക്കളുടെ ഭാവി തകർന്നുപോകുന്നു. സ്കൂളുകൾ അടയുന്നു, ആശുപത്രികൾ തകരുന്നു, നഗരങ്ങൾ ചാരമായി മാറുന്നു. മനുഷ്യന്റെ സൃഷ്ടികരമായ കഴിവുകൾ വികസനത്തിനല്ല, നാശത്തിനായി ഉപയോഗിക്കപ്പെടുന്നു. യുദ്ധം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ തകർക്കുന്നു. വികസനത്തിനായി ചെലവാക്കേണ്ട പണം ആയുധങ്ങൾക്കായി ചെലവാക്കപ്പെടുന്നു. അതോടെ ദാരിദ്ര്യവും തൊഴിൽക്ഷാമവും ഉയരുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പിന്നാക്കമാകുന്നു. സമാധാനത്തിലൂടെ സാധ്യമാകുന്ന പുരോഗതി യുദ്ധം ഒരു നിമിഷത്തിൽ ഇല്ലാതാക്കുന്നു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതിതാണ്: യുദ്ധം ഒരിക്കലും സ്ഥിരമായ സമാധാനം കൊണ്ടുവരുന്നില്ല. അത് കൂടുതൽ വൈരാഗ്യവും പ്രതികാരവുമാണ് വിതയ്ക്കുന്നത്. ഒരു തലമുറയുടെ ക്രോധം അടുത്ത തലമുറയിലേക്ക് പകരുന്നു. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് വെറും ആയുധങ്ങൾ നിശബ്ദമാകുന്നതിലൂടെ മാത്രമല്ല, ഹൃദയങ്ങൾ സമാധാനത്തിലേക്ക് തിരിയുന്നതിലൂടെയാണ്. സംഭാഷണവും നയതന്ത്രവും മാത്രമാണ് യഥാർത്ഥ ശക്തി. ആശയവിനിമയം ഇല്ലാതാകുമ്പോഴാണ് ആയുധങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ആയുധങ്ങൾ സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ സ്വരം മങ്ങിപ്പോകുന്നു. അതിനാൽ ലോക നേതാക്കൾക്ക് വേണ്ടത് പ്രതികാരമല്ല, ഉത്തരവാദിത്തമാണ്. ശക്തിയുടെ പ്രകടനമല്ല, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണമാണ് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും സമാധാനത്തിൻ്റെ വക്താക്കളാകണം. മതം, ജാതി, ദേശം എന്ന വ്യത്യാസങ്ങൾ മറന്ന് മനുഷ്യന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കണം. കുട്ടികൾ ഭയത്തോടെ ഉറങ്ങേണ്ട ലോകമല്ല, സ്വപ്നങ്ങളോടെ ഉറങ്ങുന്ന ലോകമാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. യുദ്ധം അവസാനിക്കണം. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഓരോ മനുഷ്യനും സുരക്ഷിതമായി ജീവിക്കാൻ അവകാശമുണ്ട്. സമാധാനം ഒരു ബലഹീനതയല്ല, അതാണ് ഏറ്റവും വലിയ ധൈര്യം. നമുക്ക് സമാധാനം തിരഞ്ഞെടുക്കാം. നമുക്ക് മനുഷ്യത്വത്തെ തിരഞ്ഞെടുക്കാം. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. യുദ്ധം അവസാനിക്കട്ടെ, സമാധാനം പുനർജനിക്കട്ടെ. എഴുതിയത് റഷീദ് തൊഴിയൂർ. ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും ഞങ്ങളെ പിന്തുടരൂ.